ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നുവെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ ഒരു വാഗ്ദത്തത്തിന്, ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവിക പുറപ്പാടുകൾക്ക് ഒക്കെ കാരണമായി ഭവിക്കത്തക്ക നിലയിൽ ദൈവം ആക്കി വച്ചിരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളുണ്ട്. ആ വ്യക്തിത്വങ്ങളെ നിങ്ങൾ ഈ നാളുകളിൽ കണ്ടിട്ടുണ്ടോ? അതിന് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന നല്ല ഒരു ഉദാഹരണമാണ് മോശ എന്ന വ്യക്തിത്വം. അവരുടെ വാഗ്ദത്തകാലം സമീപിച്ചപ്പോൾ എങ്ങനെ കഴിഞ്ഞ 400 വർഷത്തെ അടിമത്തത്തിനകത്തിൽ നിന്നുള്ള ഒരു വിടുതൽ ആരംഭിക്കേണ്ടുന്ന സമയമായപ്പോൾ ദൈവം മോശയെ ഒക്കെ എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് മോശയുടെ വയസ്സ് 80. അവൻ ആടിനെ മേയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് അവൻ്റെ അരികിലേക്ക് ദൈവം ഇറങ്ങി വന്ന് വ്യക്തമായ ദൂത്, വ്യക്തമായ ആലോചന പറഞ്ഞ് ഒരു വലിയ കൂട്ടം ജനത്തിൻ്റെ അരികിലേക്ക് മോശയെ നയിച്ച് മോശയെ കൊണ്ട് ആ ഫറവോന്യ അടിമത്തത്തിനകത്തിൽ നിന്ന് മുമ്പോട്ട് കൊണ്ടുപോയി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പുറപ്പാട് അവർക്ക് കൊടുത്ത് നടന്നത് മുഴുവൻ അത്ഭുതമാണ്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമൈതലേ, ശ്രദ്ധിച്ചേ, നമ്മുടെയും ജീവിതത്തിൻ്റെ മേൽ ഇതുപോലെ ചില വ്യക്തിത്വങ്ങളുണ്ട്. അതിന് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും 2 വ്യക്തിത്വത്തെ ഇന്ന് പകൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ആ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അന്തസത്ത യഥാർത്ഥമായിട്ട് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, യെസ്, ഇങ്ങനെ ഒരു വ്യക്തി എൻ്റെയും ജീവിതത്തിൻ്റെ മേൽ കടന്നു വന്നിട്ടുണ്ട്, ഞാനത് ഓർക്കുന്നു. ദൈവമേ, ശ്രദ്ധിക്കുക, അതിലേക്ക് നാം ഓടി വരികയാണ്. യാക്കോബിന്റെ മക്കൾ അവരെല്ലാവരും ആടിനെ മേയിച്ചുകൊണ്ട് മുമ്പോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ജോസഫിന് അപ്പൻ കുറെ സ്വീറ്റ്സും കുറെ നല്ല പലഹാരങ്ങളും എല്ലാം കൊടുത്തിട്ട് ജോസഫിനോട് പറയുക, നിന്റെ സഹോദരങ്ങളുടെ ക്ഷേമവിവരം അന്വേഷിച്ചിട്ട് മടങ്ങി വരിക. അങ്ങനെ അവൻ മുമ്പോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം മുമ്പോട്ട് കാണുന്നത്. അങ്ങനെ വായിച്ച് മുമ്പോട്ട് വരുമ്പോൾ ജോസഫ് ഇവർ ആയിരുന്ന ആ സ്ഥലം, അപ്പൻ പറഞ്ഞു കൊടുത്ത ആ ദേശത്തേക്ക് ജോസഫ് എത്തി. എവിടെ നിന്ന് അവന്റെ സഹോദരങ്ങൾ വേറൊരു ദേശത്തേക്ക് കടന്നുപോയി. എവിടോട്ടാണ് പോയതെന്ന് ജോസഫിന് അറിയത്തില്ല. എന്നാൽ ഈ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വ്യക്തിത്വം നിൽക്കുകയാണ്. ആരാണെന്ന് അറിയത്തില്ല, അവന്റെ പേരറിയത്തില്ല, അവൻ ഏത് ദേശക്കാരനാണെന്ന് അറിയത്തില്ല, അവന്റെ കളറ്, ജാതി ഒന്നും അറിയത്തില്ല. ഇവര് തമ്മിൽ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. എങ്കിലും അവൻ പറയുകയാണ്, നിന്റെ സഹോദരങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതായത് ഞങ്ങളുടെ കുഞ്ഞു സഹോദരൻ കടന്നു വന്നാൽ ഞങ്ങൾ ഇന്ന ദേശത്തേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച വ്യക്തിത്വമല്ല ഇത്. അവൻ പറയുകയാണ്, നിന്റെ സഹോദരങ്ങൾ ദോദാനിലേക്ക് പോകാം എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആമേൻ. ഇതും പ്രകാരം ജോസഫ് ആ വാക്ക്, ആ ഒരുത്തൻ എന്ന് പറയുന്ന ആ വ്യക്തിത്വം നിമിത്തം അവൻ മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്തപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവനെ ദൂരത്ത് നിന്ന് തന്നെ സഹോദരന്മാർ കണ്ടു. അവന്റെ കയ്യിലിരിക്കുന്ന ആഹാരം വാങ്ങി മാറ്റിവെച്ചു. അവന്റെ വസ്ത്രം അഴിച്ചു മാറ്റി അവനെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളി. പിന്നീട് ആ പൊട്ടക്കിണറ്റിൽ നിന്നെടുത്ത് മിസ്രൈമ്യ കച്ചവടക്കാർക്ക് വിറ്റു. ആ കച്ചവടക്കാർ അവനെ പൊത്തിപ്പേറിന്റെ വീട്ടിൽ കൊണ്ടുവിറ്റു. അവൻ അവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് പൊത്തിപ്പേറിന്റെ ഭാര്യയുടെ ഇംഗിതത്തിന് വഴങ്ങാതെ ദൈവം എന്നെ കാണുന്നുണ്ട് എന്ന് വ്യക്തമായ ബോധ്യമുള്ളവൻ അവന്റെ വാഗ്ദത്തത്തിനെതിരായി നിന്ന ജഡത്തിന്റെ ചിന്തയെ ജയിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഓടി. ആ ഓടിയത് കൊണ്ട് അവനെ പിടിച്ചു ജയിലിലടച്ചു. ആ ജയിലിനകത്തിൽ സ്വപ്നം കാണുന്നു. ആ ജയിലിനകത്തിൽ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്നു. അവൻ രാജ്യത്തിന്റെ 2ാമത്തെ പദവിയിലേക്ക് എത്തുന്നു. പിന്നീട് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ സ്വപ്നം കണ്ടതുപോലെ സംഭവങ്ങൾ നടക്കുന്നു. വലിയ അഭിവൃദ്ധിയുടെ 7 വർഷം, അത് കഴിഞ്ഞുള്ള ക്ഷാമമുള്ള 7 വർഷം. ആ 7 വർഷത്തിൽ സ്വപ്നം കണ്ടവന്റെ മുമ്പിൽ സ്വപ്നം ഇതാ യാഥാർത്ഥ്യമാകുന്നു. എന്ത് സ്വപ്നം? 11 കറ്റയും തൻ്റെ കറ്റയുടെ മുമ്പിൽ സ്വപ്നം കണ്ട ആ രാത്രി ദർശനം അതാ ഇവിടെ സംഭവിച്ചു തുടങ്ങുകയാണ്. ദൈവ പൈതലേ, അങ്ങനെയെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നടക്കാൻ ജോസഫിനെ പ്രാപ്തനാക്കിയ ആ വ്യക്തി ആരാ? ആ വ്യക്തിയുടെ പേര് ഒരുത്തൻ. ആ ഒരുത്തനാണ് ദൈവത്തിൻ്റെ ദൂതൻ, അല്ലെങ്കിൽ നമ്മെ ഓരോരുത്തരെയും നിയോഗത്തിലേക്ക്
കരം പിടിച്ച് നടത്തുന്ന, അല്ലെങ്കിൽ ആ വാഗ്ദത്തത്തിന്റെ ആ റൈറ്റ് പ്ലേസിലേക്ക് നമ്മെ വിരൽ ചൂണ്ടിക്കാണിക്കുന്ന ദൈവത്തിന്റെ ആ ദൂതൻ തന്നെയാണ് അവിടെ ഇറങ്ങി വന്നത്. അല്ല എങ്കിൽ ദൈവം അയച്ച ഒരു വ്യക്തിയായിരിക്കാം. ദൈവത്തിൽ ഇതുപോലെ നിന്റെയും ജീവിതത്തിന്റെ മേൽ വഴി അടഞ്ഞു കിടക്കുന്ന സമയത്ത്, പ്രതിസന്ധികളിൽ കൂടെ വല്ലാതെ നട്ടം തിരിയുന്ന സമയത്ത് ഒരു വ്യക്തി കടന്നു വന്നിട്ട്, ഇതുവഴി ഒന്ന് പോയേ, ഈ കാര്യം ഒന്ന് ചെയ്തു നോക്കിക്കേ, ഇങ്ങനെ ഒന്ന് മുമ്പോട്ട് ചുവട് വെച്ച് നോക്കിക്കേ, അവിടെ നിന്റെ കാര്യം വിജയത്തിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പ് പറയുകയാണ്. അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനാകുന്ന പൗലോസിനെ കൊന്നു കളയുവാൻ 40 പേർ ശപഥം ചെയ്യുകയാണ്. തന്ത്രങ്ങൾ മെനഞ്ഞ് അടുത്ത ദിവസം ഇവനെ പുറത്തു കൊണ്ടുവന്ന് കല്ലെറിഞ്ഞോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ കൊന്നു കളയുവാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. എന്നാൽ അവിടെയും ഇതാ ശ്രദ്ധിച്ചു നോക്കിക്കേ, വാഗ്ദത്തമുള്ളവൻ അനുകൂലമായി ഒരു വ്യക്തി ആ കാര്യം കേൾക്കുന്നു. ആ കാര്യം നോക്കിക്കേ അടുത്ത ആളിലേക്ക് എത്തുന്നു. അങ്ങനെ ആ കാര്യത്തെക്കുറിച്ചുള്ള അറിവ് പൗലോസിനെ അറിയാവുന്ന ന്യായാധിപന്റെ കരത്തിലെത്തിയപ്പോൾ അവന് വേണ്ടി അവിടെ ഒരു നിയമം പാസാക്കി ആ രാത്രിയിൽ തന്നെ അവനെ ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുന്നു. പ്രിയ ദൈവ പൈതലേ, ഇതിനകത്തിൽ നിന്നെല്ലാം നാം എന്താ മനസ്സിലാക്കേണ്ടുന്നത്? ഈ ചെറിയ സമയം കൊണ്ട് എനിക്ക് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. കർത്താവിന്റെ പാദപീഠത്തിൽ നാം ഇരിക്കുന്നുവെങ്കിൽ നമ്മോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തിന് ലവലേശം മാറ്റം വരാതെ നീ ഡൈവേർട്ട് ചെയ്ത് പോകാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഒരു ബോർഡുമായി വന്നു നിന്ന് ഇതുവഴിയല്ല അങ്ങോട്ട് പൊക്കോ എന്ന് പറയുന്നത് പോലെയുള്ള ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തിത്വങ്ങളെ കർത്താവ് അവിടെ വ്യക്തമായി ഒരുക്കും. 32 സങ്കീർത്തനം 8 വാക്യത്തിൽ പറയുന്നത് പോലെ, ഞാൻ നിനക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. ആ ആലോചനയ്ക്ക് മാറ്റം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനാകുന്ന പൗലോസ് വിളിച്ചു പറയുന്നത്, കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ ഉവ്വ് ഉവ്വ് എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്നെക്കുറിച്ച്, തലമുറകളെക്കുറിച്ച്, ജോലി കാര്യാദികളെക്കുറിച്ച് എന്ത് തന്നെ ആകട്ടെ, നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടത് എന്ത് തന്നെ ആയിക്കോട്ടെ, ആ വിഷയത്തിന്റെ മുമ്പിൽ വ്യക്തമായ മറുപടി തരുവാൻ ഉലകത്തിൽ ഒരു വ്യക്തിയേ ഉള്ളൂ. ആ വ്യക്തിത്വത്തിന്റെ പേരാണ് നസ്രായനാകുന്ന യേശു കർത്താവ്. ആ യേശു കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അങ്ങനെ തന്നെ നിവർത്തിപഥത്തിൽ എത്തിച്ചു. അതുമാത്രമല്ല, താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ് നടന്നത്, ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ സമയത്ത് നമുക്കൊരുമിച്ച് കർത്തന്റെ സന്നിധിയിൽ പറയാം, എൻ്റെ കർത്താവ് എന്നോട് ചില വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുടുംബത്തോടും എൻ്റെ തലമുറയോടും വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കർത്തൻ ഇറങ്ങി നിന്ന് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങും. ആ കാര്യാദികളെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ആമീൻ പറയാം. കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ സഹായിക്കും. അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തിയെ സ്വീകരിക്കുക. തൻ്റെ ജീവിതത്തിന്റെ ഈ ദിവസങ്ങളിൽ നടക്കുമെന്ന് വിശ്വസിക്കുക. നിശ്ചയമായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. ആമേൻ.